നമ്മുടെ ഈ പരിപാടിയെ സംബന്ധിച്ച് നിങ്ങളൊന്നും കേൾക്കാൻ ബാക്കിയില്ല, എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ പരിപാടിക്ക് പോകാറും ഇല്ല. പിന്നെ സിറാജുൽ ഹുദ, ഹിദായത്തിൻ്റെ വിളക്ക് ആണ് കുറ്റ്യാടിയിൽ. അത് സ്ഥാപിച്ച് ആ വിളക്കിൻ്റെ വെളിച്ചം ഈ പ്രദേശങ്ങളിലെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കത്തിക്കാനും എത്തിക്കാനും പേരോട് അബ്ദുറഹ്മാൻ തഖാഫിക്ക് അല്ലാഹു തആല ശക്തി കൊടുത്തു. അതിന് നാട്ടുകാർ പലരും സഹായവും സഹകരണവും ചെയ്ത് അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ ഒരു സന്തോഷം ഇതിൽ പങ്കെടുക്കുന്നതിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ സ്വീകരിച്ചതാണ്. എനിക്ക് കാറിന് കയറാനും ഇറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ട് വരും അങ്ങനെ കയറി ആകുമ്പോൾ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നുമില്ല. പരിശുദ്ധ ഖുർആൻ പോലെ ഇലാ യൗമിൽ ഖിയാമ യാതൊരു ഭേദഗതിയും വരുത്താതെ സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇവിടെ ഇല്ല. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയ ഏടുകളുണ്ടായിരുന്നു. അതിനെല്ലാം പലരും കൈകടത്തി മാറ്റി മറിച്ചു അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതി ചേർത്തു. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഒരക്ഷരം പോയിട്ട് ഒരു പുള്ളി പോലും മാറ്റാനോ മറിക്കാനോ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്ന് അള്ളാഹു നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്, അത് നാം സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു. ഖുർആൻ ഓതുന്ന രീതിയും ശൈലിയും ഖിറാഅത്തും അത് മാത്രമല്ല, അതിനൊരു തത്വമുണ്ട്. ആ തത്വം ഇന്ന് ലോകത്ത് നാം പരിശോധിച്ച് നോക്കിയാൽ 4 മദ്ഹബുകളിലായി ലോക മുസ്ലിമീങ്ങളിൽ 90% ആളുകളും ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. ഒരു പക്ഷേ ഒരു 10% മദ്ഹബിൻ്റെ പുറത്ത് ഉള്ളവർ ഉണ്ടായിരിക്കാം. ലോകത്താകെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 90% ജനങ്ങളും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്നിങ്ങനെ പറയുന്ന 4 മദ്ഹബിൽ ഉറച്ച് പ്രവർത്തിക്കുന്നവരാണ്. ആ മദ്ഹബ് കൂടെയാണ് ഖുർആനെ അവർ മനസ്സിലാക്കിയത്. ഈ 4 ഇമാമിങ്ങളും ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിയും വിശ്വാസപരമായ കാര്യത്തിൽ തർക്കം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അഖീദയിൽ ഒരു ഖിലാഫും ഇല്ല. പിന്നീട് ഒന്നുമെടുക്കുമ്പോൾ എവിടെയാണ് ആദ്യം കഴുകേണ്ടത്, തടയേണ്ടത് എന്നിങ്ങനെ തുടങ്ങിയാൽ ചില വിഷയങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഇമാമുകൾക്കിടയിൽ ഉണ്ട് എന്നല്ലാതെ 4 മദ്ഹബിൽ അടിയുറച്ച് ജീവിക്കുന്ന
90% ആളുകളും വിശ്വസിക്കുന്ന അഖീദ അത് ഒരൊറ്റ അഖീദയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയാണ്. ഈ അഖീദയിൽ യാതൊരു തർക്കവും ഇല്ല. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അഖീദയിൽ തർക്കമില്ലാതെയും അതുപോലെ പ്രവർത്തനങ്ങളിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നവരുമായി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് നമ്മളെല്ലാം പ്രവർത്തിക്കണം. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുറ്റ്യാടിയിൽ പണ്ട് സിറാജുൽ ഹുദ വരുന്നതിൻ്റെ മുമ്പ് ഒരു വഅദ് പറയാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലമായിരുന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് സിറാജുൽ ഹുദ വിളക്ക്, ഹിദായത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്ന ആ വിളക്ക് കുറ്റ്യാടിയുടെ 4 ഭാഗത്തും കത്തിക്കാൻ നിങ്ങളോരോരുത്തരുടെയും സഹായ സഹകരണം കൊണ്ട് അല്ലാഹു തആല സാധിപ്പിച്ച് തന്നു. ഇനിയും നിങ്ങൾക്ക് ഹിദായത്തിൻ്റെ വിളക്കിൽ പങ്കാളികളാവാനാണ് ഇവിടെ ഒരു ഖുർആൻ ഹിഫ്ളാക്കുന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. അതിന് ആവേശത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണം. അൽഹംദുലില്ലാഹ്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു കൊല്ലത്തിൽ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുത്തുകൊള്ളാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു നേട്ടമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു വ്യത്യാസവും ഇവിടെ ഇല്ലാത്ത വിധം ഖിയാമത്ത് നാൾ വരെ അതിവിടെ നിലനിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഖദ്ർ അലൈഹിസ്സലാമിൻ്റെയും ചരിത്രത്തിൽ അബൗ അൻ യുളീഫുഹുമാ എന്ന് ഉണ്ട്. എന്നാൽ അവിടെ ബ പോയിട്ട് അതൊന്ന് ത ആക്കിയിട്ട് ഒരു പുള്ളി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ആ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഹർഫിനും പുള്ളിക്കും വ്യത്യാസമില്ലാത്ത വിധം ലോകത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ നിൽക്കുകയാണ്. അത് അർത്ഥം അറിയാതെ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലം കൊടുക്കും. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 90 പ്രതിഫലം അല്ലാഹു തആല അതിന് ഈ ഓതുന്ന ആൾക്ക് കൊടുക്കുകയാണ്. അലിഫ് എന്ന് പറയുമ്പോൾ 3 അക്ഷരം, അലിഫും ലാമും ഫായും 3 അക്ഷരം അതിലവൻ മുഴിഞ്ഞു കളയുന്നു. അപ്പോൾ അലിഫ് ലാമ് മീമ് എന്ന് പറയുമ്പോൾ 9 അക്ഷരം മൊഴിയുന്നത് കൊണ്ട് 90 പ്രതിഫലം ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു തആല നൽകും. അത് ഒന്നുമെടുത്തിട്ടാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ 70 ഇരട്ടി പ്രതിഫലം കിട്ടും. പള്ളിയിൽ വെച്ചാണ് ഓതുന്നതെങ്കിൽ അതിന് 700 ഇരട്ടിയുണ്ടാവും. നോമ്പ് വെച്ചുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ 70,000 പ്രതിഫലമുണ്ടാവും. അങ്ങനെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ
പ്രതിഫലങ്ങളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആ ഖുർആനാണ് ഇവിടെ ഹാഫിളീങ്ങൾ നിലനിർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരിക്കൽ കുവൈത്ത് പോയപ്പോൾ അവിടുത്തെ മന്ത്രി അബ്ദുള്ള അഹ്മദ് അൽ കുലൈബ് എന്ന് പറയുന്ന മന്ത്രി ഉണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് രാജിവെച്ചു എന്ന് കേട്ടു. എന്താ കാരണം? 10 ലക്ഷം മുസ്ഹഫ് അടുപ്പിച്ചുകൊണ്ട് വിതരണം ചെയ്യാൻ അദ്ദേഹം ഓർഡർ ഇട്ട്. അങ്ങനെ 10 ലക്ഷം മുസ്ഹഫുകളും അടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഹാഫിളീങ്ങളിങ്ങനെ ഇരുന്നിട്ട് കേൾക്കുകയും വേറെ ചിലർ ഈ മുസ്ഹഫിൽ നോക്കുകയും ചെയ്തപ്പോൾ ചെറിയ ചില ഭേദഗതികൾ അതിൽ വന്നതായി കണ്ടു. ആരാണത്? ഒരു യഹൂദി പ്രസ്സിൽ ജോലിക്കാരനുണ്ടായിരുന്നു. അവൻ 1-2 പുള്ളിയും അതുമൊക്കെ മാറ്റം ചെയ്തുകൊണ്ട് അച്ചടിച്ചു. ഇത് ബോധ്യപ്പെട്ടപ്പോൾ മന്ത്രി ഒരൊറ്റ മുസ്ഹഫും ഇതിൽ നിന്ന് വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പാസ്സാക്കുകയും അദ്ദേഹം ആ ജോലിയിൽ നിന്ന് തന്നെ രാജിവെച്ച് കളയുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഒരു പുള്ളി പോലും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്ന ഒന്നാണ് ഖുർആൻ. അത് ഒരു മരിച്ച മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് ഓതിയാൽ ആ ഓതുന്നവൻ്റെ പ്രതിഫലം പോലെ മയ്യത്തിനും ലഭിക്കും. ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഓതിയിട്ട് ഇയാൾക്ക് അതിന് കൂലി കൊടുക്കണമെന്ന് കരുതിയാൽ, നിയ്യത്ത് ചെയ്താൽ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനും ഇതിൻ്റെ പ്രതിഫലമുണ്ടാകും. പിന്നെ ഖബറിൻ്റെ അടുത്തുമല്ല, മയ്യത്തിൻ്റെ അടുത്തുമല്ല, വേറെ എവിടെയെങ്കിലും ഈ മയ്യത്തിനെ ഉദ്ദേശിച്ച് ഖുർആൻ ഓതുന്ന പക്ഷം ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതുഹു ലിഫുലാൻ, ഞാൻ ഓതിയതിൻ്റെ പ്രതിഫലം നീ ഇന്നയാൾക്ക് കൊടുക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു അവിടെയും അങ്ങനെ ദുആ വേണ്ട ആവശ്യമില്ല, കരുതിയാൽ മതിയെന്ന്. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ ഓതി മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അവർക്കും ലഭിക്കും. അതുപോലെ ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ സഹീഹായ ഹദീസാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത് സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. നിങ്ങൾ മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് യാസീൻ ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിനടുത്തൊക്കെ മയ്യത്തെടുക്കാനാകുമ്പോൾ യാസീനൊന്ന് പതിവുണ്ട്. ഇവിടെ കണ്ടോ? ഉണ്ട്. അത് നമ്മളെ പൂർവികരായ ആലിമീങ്ങളാൽ സ്ഥാപിതമായതാണ്. മയ്യത്തെടുക്കാൻ പോകുമ്പോൾ ഒരു യാസീൻ ഓതി എല്ലാവരും ദുആ ചെയ്യുന്നു. അതാര് പറഞ്ഞതാ? അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞതാ. ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരണപ്പെട്ടവരുടെ അടുക്കൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം. അങ്ങനെ പഴയ കാലം മുതൽക്ക് തന്നെ ആളുകൾ മയ്യത്ത് എടുക്കുമ്പോൾ യാസീൻ ഓതുകയും മറമാടിയതിന് ശേഷം അവിടെ വെച്ച് തബാറക്ക ഓതുകയും, അതുപോലെ വീട്ടിൽ വെച്ചോ ഖബറിന് മുകളിൽ വെച്ചോ കുറേ ദിവസങ്ങളിൽ ഖുർആൻ ഓതുകയും ഇതൊക്കെ ചെയ്യുന്ന പതിവുകൾ നമ്മളെ വലമാവ് പഠിപ്പിച്ചതാണ്. ആരും കറ്റുകെട്ടി ഉണ്ടാക്കിയതല്ല. അതെല്ലാം ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ
ഈ പരിസരത്ത് മുഴുവനും ബഹുമാനപ്പെട്ട ശംസുല്ലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവர்களுം അതുപോലെ തന്നെ നാദാപുരത്തെ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കീഴന കുഞ്ഞത്തുള്ള മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അവരൊക്കെ പഠിപ്പിച്ച ഒരു പതിവാണ് ഈ ഖുർആൻ ഓതൽ. എന്തുകൊണ്ടാണത്? അങ്ങനെ ഖുർആൻ ഓതിയാൽ മയ്യത്തിന് പുറത്തു കിട്ടും, ഓതുന്നവന് കൂലി കുറയുകയും ഇല്ല. അത്രയും പുണ്യമുള്ള ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. അത് മനഃപ്പാഠമാക്കുന്ന ആളുകളെ ഇവിടെ വർദ്ധിപ്പിക്കാനുള്ള സജീവമായ പ്രവർത്തനത്തിലാണ്. നിങ്ങളോടൊക്കെ ഇപ്പോൾ ഭാഗവാക്ക് ആകണം എന്ന് പറഞ്ഞത്. ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ? കുറച്ച് പൈസ കീസയിൽ കാശുണ്ടോ?